ഈ പൈപ്പ് നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പാണ്. ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ ഞെട്ടും. ഇത് കണ്ടോ, എലിക്കുട്ടന്മാരുടെ പണിയാന്നേ. അവന്മാരുടെ പല്ലപ്പം എത്ര ഷാർപ്പായിരിക്കുമെന്ന്. ദേ കംപ്ലീറ്റ് കരണ്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞു. ദേ ഇത്രയാക്കി. എല്ലാ പൈപ്പുകളും ഈ പരുവാക്കി. ബാക്കി പൈപ്പുകളൂടെ കാണിക്കാം. ഞങ്ങൾക്കിവിടെ 4 പൈപ്പാണുള്ളത്. 4നും ഇപ്പം അടിഭാഗമില്ല. ഇതേ ഒരാളാകാൻ വഴിയില്ല, പലരായിരിക്കും. ഓരോരുത്തരുടെ പല്ലിൻ്റെ ഷാർപ്നെസ്സും കപ്പാസിറ്റി അനുസരിച്ചാണ് ഓരോ കട്ടിങ്സിൻ്റെയും ഡെപ്ത്ത്. ഈ കമ്പോസ്റ്റ് പൈപ്പ് 4 എണ്ണമാണുള്ളത്. ഓരോന്ന് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് അത് മൂടി വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അതെല്ലാം നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറികൾക്ക് വളമായിട്ടിടുക. അപ്പം നമ്മൾ ഇന്ന് എല്ലാ കമ്പോസ്റ്റ് പൈപ്പും എടുത്ത് നമ്മുടെ പച്ചക്കറിയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈപ്പുകൾ കണ്ട് നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ചു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതാണ് അവസ്ഥ. ഒന്നിനു പോലും അടിഭാഗമില്ല. അടിയെല്ലാവന്മാർ കറണ്ട് തിന്നു കളഞ്ഞു. അവരുടെ പല്ലേ ചില്ലറ പല്ലായിരിക്കത്തില്ല. കുറേ പല്ലുകൾ കണ്ടിട്ടുള്ള ഞാൻ അവർക്ക് അവാർഡ് തന്നെ കൊടുക്കും. നമ്മളെ എത്ര കൃഷി ശ്രദ്ധിച്ച് ചെയ്താലും നമ്മുടെ കൃഷിയെ നശിപ്പിക്കാൻ ചില വില്ലന്മാർ വരും. അവരെ നമ്മൾ പിടിക്കാതെ ഒരു മാർഗവുമില്ല. ഞാൻ കുറേ പാലക്ക് നട്ടിരുന്നു. കാണിച്ചു തരട്ടെ അതിൻ്റെ അവസ്ഥ. ഇത് നമ്മുടെ മുന്തിരിച്ചെടിയുടെ ചുവടാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് പാലക്ക് പാകിയെടുത്തു. അത് കിളിച്ചു വരും. ഓരോ ദിവസവും നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടിരിക്കും. ആ ഉഴുതു മറിച്ചതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെടികൾ പലതും നഷ്ടപ്പെടും. ഓരോ ദിവസവും ഞാൻ വന്നിട്ട് വെള്ളം ഒഴിക്കും. പിന്നെയും അവരെ കുറച്ച് ചീത്ത വിളിച്ചിട്ട് പോകും. പക്ഷേ ആ ചീത്ത വിളി കൊണ്ടോ അവരെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അങ്ങ് ഇറങ്ങി. അങ്ങനെ ഈ ഉഴുതും മറിക്കുന്നവരെ ഞാൻ പിടികൂടി. നമുക്കേ ഇങ്ങനെ 4 പൈപ്പുകൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ കിച്ചണിലെ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് വേസ്റ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ബയോഗ്യാസിൽ ഇടാൻ പറ്റാത്ത ഉള്ളിത്തൊലി, ഓറഞ്ച് തൊലി അങ്ങനെയൊക്കെയുള്ള ഫുഡ് വേസ്റ്റുകൾ, പിന്നെ അത്യാവശ്യം വരുന്ന ചില മുറ്റം തൂത്ത പച്ചിലകൾ അങ്ങനെയുള്ളതെല്ലാം നമ്മളിവിടെയാണ് ഇടുന്നത്. ചോക്കൂട്ടെ കാണിച്ചു തരും. ഈ 4 എണ്ണം. അപ്പോൾ ഈ 4 പൈപ്പ് നമ്മൾ ഒരു 3-4 മാസം കൂടുമ്പോൾ മാത്രം ഇതിനെ എടുത്ത് മാറ്റി നമ്മുടെ പച്ചക്കറികൾക്ക് വളമായിട്ടിട്ടാൽ മതി. അപ്പോഴേക്കും അത് കമ്പോസ്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇത് അവന്മാർക്കൊരു സൗകര്യമായി. ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പിൻ്റെ പുറം ഭാഗം. അവന്മാർ ഇതിലേ തുളച്ച് നമ്മുടെ പൈപ്പ് മുറിച്ച് വെളി വരും. എന്നിട്ടോ രാത്രിയിൽ ഈ മണ്ണ്, നമ്മുടെ പച്ചക്കറിയുടെ മണ്ണ് മുഴുവനും പൂട്ടിയെടുക്കുകയാണ്, ഈ കാള പൂട്ടുന്നത് പോലെ. ഈ ഫുഡ് വേസ്റ്റിനായിട്ടേ ഇവന്മാർ മണ്ണ് തുരന്ന് ഈ പൈപ്പിനകത്ത് കയറും. ആ കൂടെ എന്ത് പറ്റും, പൈപ്പും കൂടെ അവരങ്ങ് മുറിച്ചേക്കും. ഇതിനിടയ്ക്ക് കൂടെ കാണാം നമ്മുടെ പൈപ്പുകളുടെ അടിഭാഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. മണ്ണ് അവർ കുഴിച്ച് മറിച്ചെടുത്ത് അകത്തിട്ടിരിക്കുന്ന ഫുഡ് വേസ്റ്റൊക്കെ അവരെടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. അങ്ങോട്ടുള്ള 2 പേരെ തൊട്ടിട്ടില്ല. കാരണം ഈ 2 പൈപ്പിലാണ് ഇപ്പം നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്നത്. അങ്ങനെ ഇന്നലെ ഞാൻ ആ പെട്ടി അങ്ങ് കളിച്ചു വെച്ചു. ഒരാളെ കിട്ടി. നമ്മളിനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇവന്മാരെൻ്റെ പച്ചക്കറി മുഴുവൻ കൊണ്ടുപോകും. ആ കിടപ്പുണ്ടോ, നിലത്ത് നിൽക്കുന്ന പച്ചക്കറി മാത്രമല്ല, ഈ ചട്ടി വെച്ചിരിക്കുന്നവരെ അവർ വെറുതെ വിടുകയില്ല. ഈ ചട്ടിക്കകത്ത് കയറിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറിച്ചെടുത്ത് നമ്മുടെ ചെടിയെ വരെ അവന്മാർ വെളിയിലിടും. കണ്ട. പക്ഷേ ഇന്നലെ അത്രയും പറ്റിയില്ല. അതിനു മുമ്പ് അകത്ത് കയറേണ്ട വന്നു. നമ്മുടെ കോവലിൻ്റെ ബേസ്, അതായത് റൂട്ട് നിൽക്കുന്ന പോർഷനാണ്. അവിടെ മുഴുവൻ ഇന്നലെ കുത്തി മറിച്ചതാണ്. ഇവൻ ഒരാളായിരിക്കത്തില്ല കേട്ടോ, പലര് കാണും. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരെയായിട്ട് നമുക്ക് പിടിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇത്രയേ ഉഴുതു മറിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വളവിടാനൊക്കെ നല്ല എളുപ്പം. മണ്ണ് ഇളക്കേണ്ട ആവശ്യമില്ല. അവരായിട്ട് ഇളക്കിയിട്ട് തന്നോളൂ. കംപ്ലീറ്റ് ഇളക്കി മറിച്ചിട്ടിരിക്കുക. എങ്കിലേ ഈ എലിപ്പെട്ടിക്കകത്ത് അമർന്നിരിക്കുന്ന ഇവനെ അങ്ങ് പിടിച്ച് പൊക്കിയെടുത്തേക്കാം. ഒരു മുട്ടൻ പന്നിയെലിയാ കേട്ടോ.
ദേ ഞാനൊരു പഴത്തിൻ്റെ ഒരു പോർഷനാണ് ഇന്നലെ വെച്ചിരുന്നത്, അത് കയറി കടിച്ചു തന്നെ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഇതിനി നമുക്കിനി ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ്. മറ്റേതേ ഈ പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, അതിനെ കൊല്ലുക എന്നുള്ളൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഇതാകുമ്പം ഇനി നമുക്കൊന്നും ചെയ്യണ്ട. പക്ഷേ ഈ പിടിക്കൽ സീരീസ് ഇനിയും തുടരും, അല്ലെങ്കിൽ എൻ്റെ പച്ചക്കറി എല്ലാം കളയുമാർ. സംഭവമേ ഈ എലിപ്പെട്ടി ആയതുകൊണ്ട് നമ്മൾ ഉണക്കമീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും മതി, ചിലപ്പോൾ ഉരുളക്കിഴങ്ങോ ചിലപ്പോൾ ഒരു പഴമോ. ഇന്നലെ ഞാൻ വെച്ചത് ഒരു പഴത്തിൻ്റെ പീസാണ്. ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇവൻ വന്ന് ഇതേ കടിക്കും, അപ്പം തന്നെ ഇത് താഴോട്ട് പോകും, അടിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. സോ ഈസി മെത്തേഡാണ്. എലി പിടിക്കാൻ ഇതിൽ കൂടുതൽ ബെസ്റ്റ് സാധനം വേറൊന്നില്ലെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഞാൻ കൂടുകളൊക്കെ പരീക്ഷിച്ച് മടുത്ത ഒരാളാണ്. പിന്നെ ഈ എലിപ്പെട്ടി കളിച്ച് വെക്കാൻ മിണ്ടല്ലേ, ഈ എലിപ്പെട്ടി കളിച്ച് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതേ എന്തെങ്കിലും ഒരു തീറ്റ മതി. ഇത് ഞാൻ ഇന്നലെ വെച്ചിരുന്ന ഒരു ചെറിയ പഴത്തിൻ്റെ പീസാണ്. ഒരു തേങ്ങാപ്പൂളോ ഒരു ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. അല്ലാതെ നല്ല മണം വരുന്ന ഉണക്കമീൻ വേണമെന്നൊന്നുമില്ല. ഏത് തീറ്റയാണേലും ഇവർ ഓടി വന്ന് പിടിച്ചോളൂ. ഇങ്ങനെ ഇരിക്കും. സോ നമുക്ക് ഇവനെ നമ്മുടെ ബയോഗ്യാസിലേക്ക് തട്ടിയേക്കാം. നാളെ ഇത് ഗ്യാസായിട്ടും സ്ലറിയായിട്ടും നമുക്ക് കിട്ടും. ഒരു സാധനം പോലും നമ്മളിനി വേസ്റ്റ് ആക്കരുതല്ലോ. നമ്മുടെ ബയോഗ്യാസിനെ മൾട്ടിപർപ്പസ് യൂസ് ആണല്ലോ. അപ്പം നമുക്ക് ഈ എലിക്കുട്ടിനെ ഡിസ്പോസ് ചെയ്യാൻ ഇത് തന്നെ അങ്ങ് ഉപയോഗിക്കാം. തുറക്കുക, എടുക്കുക, നേരെ ഇത് പൊക്കുക. ഇത് ഇച്ചിരി വലിയ എലിയാണ്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്താലേ ഇവൻ താഴോട്ട് പോകുള്ളൂ. ഇത് പൊക്കാൻ ഇച്ചിരി ബലം വേണം കേട്ടോ. പോട്ടെ. അവൻ ആ പഴത്തെ കടിച്ച് പിടിച്ചിരിക്കുകയാണ്. താഴെ വീണു. പക്ഷേ ഇവൻ താഴോട്ട് പോകുന്നില്ല, കാരണം ഇതിന് ഹെവി ആണല്ലോ, ഒരു കിലോ ആണല്ലേ. അപ്പം നമുക്ക് ഇനി ഒന്ന് കുത്തി താഴോട്ടിറക്കാം. കാരണം നമ്മുടെ ഇൻലെറ്റ് പൈപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത്രയില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലേ താഴോട്ട് പോകുള്ളൂ. ഈസി ആയിട്ടല്ലാതെ തനിച്ച് പോകില്ല. ഇതിനെ ഒന്ന് കുത്തി താഴെ ഡ്രമ്മിലേക്ക് അങ്ങ് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് ഡൈജസ്റ്റ് ആവും. ഈസി ആയിട്ട് താഴേക്ക് പോയി. ഇതെന്താണെന്ന് വെച്ചാൽ കുത്തി താഴോട്ടാക്കണം, അല്ലെങ്കിൽ മുകളിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് കൊണ്ടിടുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുക, അത് താഴേക്ക് പോകില്ല. ശരിക്കും ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ആ വെള്ളവും നമ്മുടെ ഫുഡ് വേസ്റ്റും കൂടെ കമ്പൈൻഡ് ആയിട്ട് നടന്നാലേ ഡൈജഷൻ നടക്കുകയുള്ളൂ, ഗ്യാസും സ്ലറിയും പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ അപ്പം നമുക്ക് ഇതിനെ കുത്തി താഴേക്കാക്കിയതേ. സോ അങ്ങനെ ബയോഗ്യാസ് പ്ലാന്റിനെ ഇങ്ങനൊരു യൂസും ഉണ്ട് കേട്ടോ.